അസ്സലാമു അലൈക്കും ഡിയർ ഫ്രണ്ട്സ്. ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ നിങ്ങൾ ആരും ഇതുവരെയും ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലാത്ത ഒരു അടിപൊളി വെറൈറ്റി റെസിപ്പിയാണ്. നമ്മുടെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അതുപോലെ തന്നെ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരും ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരും പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഞാനിടുന്ന വീഡിയോസ് ഉടനടി കിട്ടുന്നതിനായി സബ്സ്ക്രൈബ് ബട്ടന്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കല്ലേ. ഇതിനായിട്ട് ഞാനിവിടെ കുറച്ച് ചിക്കൻ എടുത്തിട്ടുണ്ട്. എല്ലില്ലാത്ത ചിക്കൻ വേണം എടുക്കാനായിട്ട്. ഞാനിപ്പോൾ ചിക്കൻ ബ്രസ്റ്റ് 1/2 കിലോ ആണ് എടുത്തിട്ടുള്ളത്. നല്ലതുപോലെ ഒന്ന് ക്ലീൻ ചെയ്ത് കഴുകി വൃത്തിയാക്കി എടുത്തതിന് ശേഷം ചെറിയ കഷ്ണങ്ങളായിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ചിക്കൻ നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി എടുത്തതിന് ശേഷം ചെറിയ കഷ്ണങ്ങളായിട്ട് ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് വേവിച്ചിട്ടെടുക്കണം. അപ്പോൾ ചിക്കൻ വേവിച്ചെടുക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ കട്ട് ചെയ്തെടുത്ത ചിക്കൻ ഒരു പാത്രത്തിലേക്ക് ഇത് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇത് മൂടി വെച്ച് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. വെള്ളം ഒന്നും ഒഴിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ചിക്കനിൽ നിന്ന് തന്നെ വെള്ളം ഇറങ്ങി വരും. വെള്ളം ഇറങ്ങി വരുന്ന സമയത്താണ് നമ്മൾ ഉപ്പും കുറച്ച് കുരുമുളക് പൊടിയും ചേർത്ത് കൊടുക്കുന്നത്. മൂടി വെച്ച് കൊടുക്കാം. ഒരു 2 മിനിറ്റ് ഒക്കെ കഴിയുന്ന സമയത്ത് ഇതുപോലെ ചിക്കനിൽ നിന്നും വെള്ളം ഇറങ്ങി വരും. ഈ ഒരു സമയം ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു 1/2 ടീസ്പൂൺ ഉപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് വൈറ്റ് പെപ്പർ പൗഡറാണ്. നിങ്ങൾക്ക് സാധാരണ കറുത്ത കുരുമുളക് പൊടി ഉണ്ടെങ്കിൽ അതെടുത്താലും മതി. ഒരു 1/4 ടീസ്പൂൺ ചേർക്കാം. ഇനി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് ഈ വെള്ളമൊക്കെ നന്നായിട്ട് വറ്റി ഈ ചിക്കനൊക്കെ ഒന്ന് വെന്ത് വരണം. മൂടി വെച്ച് കൊടുക്കാം. ഇപ്പോൾ ചിക്കനിൽ നിന്നുള്ള വെള്ളമൊക്കെ വറ്റി ചിക്കനൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇത് ചൂട് മാറാൻ വേണ്ടിയിട്ട് മാറ്റി വയ്ക്കാം. ചൂട് മാറിയതിന് ശേഷം മിക്സിയിൽ ചെറിയ ജാറിലിട്ടിട്ടോ അല്ലാന്നുണ്ടെങ്കിൽ ഫുഡ് പ്രോസസ്സറിലോ ചോപ്പറിലോ ഇട്ടിട്ട് ഒന്ന് ചോപ്പ് ചെയ്തെടുക്കുക. മിക്സിയിലാണെന്നുണ്ടെങ്കിൽ ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക. ഞാനിപ്പോൾ വേവിച്ചെടുത്ത ചിക്കൻ്റെ ചൂട് മാറിയതിന് ശേഷം മിക്സിയിൽ ചെറിയ ജാറിലിട്ടിട്ട് ഒന്ന് പൊടിച്ചെടുത്തിട്ടുള്ളതാണ്. പൾസ് മോഡിലിട്ടിട്ട് വേണം ചിക്കൻ ഒന്ന് പൊടിച്ചെടുക്കാനായിട്ട്. ഒരുപാട് അങ്ങ് പൊടിഞ്ഞു പോകരുത്. അപ്പോൾ 2-3 പ്രാവശ്യം ഒന്ന് പൾസ് ചെയ്യുമ്പോൾ തന്നെ പൊടിഞ്ഞ് കിട്ടും. ഒരുപാട് അങ്ങ് പൗഡർ പരുവത്തിന് പൊടിച്ചെടുക്കേണ്ട ആവശ്യമില്ല. ഇനി ഇതിലേക്ക് ഒരു 1/2 കപ്പ് സവാള ചെറുതായിട്ട് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഒരു 1/4 കപ്പ് ക്യാപ്സിക്കമാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരുപാട് അങ്ങ് ചേർക്കണ്ട, കുറച്ച് വീതം ചേർത്താൽ മതി. അതുപോലെ തന്നെ ഇതിലേക്ക് ഒരു 1/4 കപ്പ് ക്യാരറ്റ് ചെറുതായിട്ട് അരിഞ്ഞെടുത്തതും കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ മല്ലിയിലയാണ് ചേർത്ത് കൊടുക്കുന്നത്. അതും ചെറുതായിട്ട് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു 1/4 കപ്പ് സ്പ്രിംഗ് ഓണിയൻ ചെറുതായിട്ട് കട്ട് ചെയ്തതാണ് ചേർത്ത് കൊടുക്കുന്നത്. ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം, ഇല്ലെങ്കിൽ വേണ്ട, ഒഴിവാക്കാം. പിന്നെ ഇതിലേക്ക് നിങ്ങൾക്ക് എരിവിന് വേണ്ടിയിട്ട് പച്ചമുളക് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ പച്ചമുളക് ചേർക്കുന്നില്ല. കുട്ടികളൊക്കെ ഇടയ്ക്ക് കഴിക്കുമ്പോൾ ആ പച്ചമുളക് തട്ടുമ്പോൾ എരിവുണ്ടാവും. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിൽ പച്ചമുളക് ചേർത്ത് കൊടുക്കാം. ഞാൻ പച്ചമുളകിന് പകരമായിട്ട് കുരുമുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. പച്ചമുളക് കുട്ടികളൊക്കെ കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇടയ്ക്ക് കഴിക്കുമ്പോൾ എരിവുണ്ടാവും. അപ്പോൾ അത് മാറാൻ വേണ്ടിയിട്ട് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇതിലേക്ക് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് എത്രയാണോ എരിവ് വേണ്ടത് അതിനനുസരിച്ചുള്ള കുരുമുളക് പൊടി ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇതിലേക്ക് 1 ടീസ്പൂൺ വലിയ ജീരകം പൊടിച്ചതാണ് ചേർത്ത് കൊടുക്കുന്നത്. വലിയ ജീരകത്തിന്റെ ടേസ്റ്റ് ഇഷ്ടമില്ലാന്നുണ്ടെങ്കിൽ 1/2 ടീസ്പൂൺ ചെറിയ ജീരകം ചേർത്ത് കൊടുത്താലും മതി. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ സോയ സോസ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ സോയ സോസിൽ ഉപ്പുള്ളത് കൊണ്ട് കുറച്ച് ഉപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നമ്മൾ ചിക്കൻ വേവിച്ച ഉപ്പ് ചേർത്തിട്ടാണ് വേവിച്ചിട്ടുള്ളത്. ഈ വെജിറ്റബിൾസിന് ആവശ്യമായിട്ടുള്ള കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു 1/4 ടീസ്പൂൺ ഉപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഇതിലേക്ക് 1 ടീസ്പൂൺ ഒലിവ് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഏത് എണ്ണ വേണമെങ്കിലും എടുക്കാം. വെളിച്ചെണ്ണ ഒഴിച്ച് ഏത് എണ്ണ വേണമെങ്കിലും എടുക്കാവുന്നതാണ്. വീണ്ടും ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കുക. ഈ സമയം ഉപ്പൊക്കെ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ആവശ്യമെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കുക. അപ്പോൾ എണ്ണയും കൂടെ ഒഴിച്ചു കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഇതുപോലെ ഒന്ന് മുറുക്കി പിടിച്ചിട്ട് ഒന്ന് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. എന്നാൽ മാത്രമേ നമുക്കിത് ഉരുളകളാക്കി ഉരുട്ടിയെടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഒരു നാരങ്ങ വലുപ്പത്തിലുള്ള ഉരുളകളാക്കി ഉരുട്ടിയെടുക്കുക. അപ്പോൾ ബാക്കിയിരിക്കുന്നതെല്ലാം ഇതുപോലെ തന്നെ ഉരുട്ടിയിട്ടെടുക്കുക. ഇനി നമ്മൾ ഉരുട്ടിയെടുത്ത ഉരുളകൾ ഒന്ന് ഉറച്ച് കിട്ടുന്നതിന് വേണ്ടിയിട്ട് 10 മിനിറ്റ് ഫ്രീസറിൽ വെക്കാം. ഇനി ഒരു കടായിലേക്ക് 3 മീഡിയം സൈസ് തക്കാളിയും 3 വെളുത്തുള്ളി അല്ലികളും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 5 വറ്റൽമുളകാണ് ചേർത്ത് കൊടുക്കുന്നത്. അവരവരുടെ എരിവിനനുസരിച്ചിട്ടുള്ള വറ്റൽമുളക് ചേർത്ത് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് ഇത്രയും ഒരു മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുക്കുക. ചെറിയൊരു തണ്ട് മല്ലിയിലയാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ ഒരു 1/2 കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. എന്നിട്ട് മൂടി വെച്ചിട്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ തക്കാളി വേവിക്കാൻ വെച്ചിട്ട് ഒരു 5 മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നല്ലതുപോലെ ഇത് വെന്ത് വന്നിട്ടുണ്ട്. വെള്ളമൊക്കെ അങ്ങ് വറ്റി കുറച്ച് വെള്ളം മാത്രമേ ഉള്ളൂ. ഇനി ഇതിൻ്റെ ചൂടൊക്കെ മാറാൻ വേണ്ടിയിട്ട് ഫ്ലെയിം ഓഫാക്കി വെക്കാം.
ഇപ്പോൾ ഇതിൻ്റെ ചൂടൊക്കെ നന്നായിട്ട് ഇതാ മാറിയിട്ടുണ്ട്. ഇനി തക്കാളിയുടെ തൊലിയെല്ലാം നമുക്ക് എടുത്ത് മാറ്റാം. അപ്പോൾ ഇതാ തക്കാളിയുടെ തൊലിയൊക്കെ മാറ്റിയിട്ടുണ്ട്. കുറച്ച് വെള്ളമേ ഉള്ളൂ. ഈ വെള്ളത്തോട് കൂടി തന്നെ നമുക്കിത് മിക്സിയുടെ ജാറിലിട്ടിട്ട് നല്ലതുപോലെ ഒന്ന് അരച്ചിട്ടെടുക്കാം. അപ്പോൾ വീണ്ടും ഒരു കടായി ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് 1 ടീസ്പൂൺ എണ്ണയാണ്. ഞാനിപ്പോൾ ഒലിവ് ഓയിലാണ് എടുത്തിട്ടുള്ളത്. എണ്ണ ഒന്ന് ചൂടായതിന് ശേഷം ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞത്, 1 ടീസ്പൂൺ ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് മൂപ്പിച്ചെടുക്കാം. വെളുത്തുള്ളി നന്നായിട്ടൊന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഈ ഒരു സമയം നമ്മൾ അരച്ച് വെച്ചത് ഇതിലേക്ക് അങ്ങ് ചേർത്ത് കൊടുക്കാം. ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. നമ്മളിതിൽ സോയ സോസ് ചേർക്കുന്നതുകൊണ്ട് കുറച്ച് ഉപ്പ് മാത്രമേ ചേർക്കുന്നുള്ളൂ. ഒരു 1/4 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് പിന്നെ ഇതിലേക്ക് കുറച്ച് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. നമ്മൾ എരിവുള്ള വറ്റൽ മുളകല്ലേ എടുത്തിട്ടുള്ളത്. 1 ടീസ്പൂൺ പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് അരമുറി നാരങ്ങ നീരാണ് ചേർത്ത് കൊടുക്കുന്നത്. 1 ടീസ്പൂൺ നാരങ്ങ നീരുണ്ടാവും. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ഡാർക്ക് സോയ സോസും 2 ടേബിൾ സ്പൂൺ ടൊമാറ്റോ കെച്ചപ്പും കൂടി ചേർത്ത് കൊടുക്കാം. സോയ സോസ് ചേർത്തതിന് ശേഷം ഉപ്പുണ്ടോ എന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ആവശ്യമെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. ചെറുതായിട്ടൊന്ന് കുറുകി വരണം. അതുവരെയും ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ 2-3 മിനിറ്റ് ഇളക്കി കൊടുക്കുമ്പോൾ തന്നെ ഇതൊന്ന് കുറുകി വരും. ഇത്രയും മതി. ഫ്ലെയിം ഓഫാക്കിയിട്ട് ഇത് മാറ്റി വയ്ക്കാം. അപ്പോൾ ദാ മൊമോസിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ ചട്നി ദാ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഒരു ബൗൾ എടുക്കുക. ഇതിലേക്ക് 1/2 കപ്പ് മൈദ ഇട്ട് കൊടുക്കുക. ഇതിലേക്ക് ഞാനിവിടെ ഒരു 1/2 കപ്പ് കോൺഫ്ലോറും കൂടെ ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾ മൈദയിൽ വേണമെങ്കിൽ മൈദയിൽ മാത്രം ചെയ്തിട്ട് എടുത്താലും മതി. കുറച്ചും കൂടെ പെർഫെക്റ്റ് ആയിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ കോൺഫ്ലോറും കൂടെ ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു 1/2 ടീസ്പൂൺ ഉപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഉപ്പും മാവും എല്ലാ ഭാഗത്തും എത്തണം. അപ്പോൾ അതാ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഒരു ബൗളിൽ കുറച്ച് പച്ചവെള്ളമാണ്. നമ്മൾ ഉരുട്ടിയെടുത്ത ഉരുളകൾ 10 മിനിറ്റ് ഫ്രീസറിൽ വെച്ചിട്ട് എടുത്തതാണ്. 10-15 മിനിറ്റ് ഫ്രീസറിൽ വെച്ചിട്ട് എടുക്കുക. ഇനി ഇതിൽ നിന്നും ഒരു ഉരുള എടുക്കുക. അപ്പോൾ നമ്മളെടുത്ത ഒരു ഉരുള ഇതുപോലെ നമ്മൾ മൈദയും കോൺഫ്ലവറും മിക്സ് ചെയ്ത് വെച്ചില്ലേ അതിലിട്ട് ഒന്ന് കോട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് ഉടനെ തന്നെ നമുക്ക് വെള്ളത്തിലിട്ട് ഒന്ന് ഡിപ്പ് ചെയ്തെടുക്കണം. പെട്ടെന്ന് തന്നെ അങ്ങ് ചെയ്തിട്ട് എടുക്കുക. പിന്നെ നമ്മൾ ഈ പൊടിയിലിട്ട് ഒന്ന് കോട്ട് ചെയ്തെടുക്കുക. ഇങ്ങനെ 4-5 പ്രാവശ്യം ചെയ്തിട്ട് എടുക്കുക. മാവ് പരത്തിയതിൻ്റെ ആ ഒരു ഇത് കിട്ടും ഇതിന്. വെള്ളത്തിൽ പെട്ടെന്ന് തന്നെ ഇട്ടിട്ട് ഒന്ന് മുക്കിയിട്ടെടുക്കുക. ഒരുപാട് സമയം ഇട്ടിക്കരുത്. ഒരുപാട് സമയം ഇട്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് പൊടിഞ്ഞു പോകും. ഇപ്പോൾ ദാ 4-5 പ്രാവശ്യം ഇതുപോലെ ഒന്ന് ചെയ്തെടുത്തിട്ടുണ്ട്. ബാക്കിയെല്ലാം ഇതുപോലെ തന്നെ ചെയ്തിട്ടെടുക്കാം. അപ്പോൾ നമ്മൾ മാവ് പരത്തിയെടുത്ത ഷീറ്റ് പോലെ ആയി കിട്ടും ഇതിൻ്റെ പുറം ഭാഗം. അപ്പോൾ അതെല്ലാം റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഞാനൊരു സോസ് പാനിലേക്ക് കുറച്ച് വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കുക. എന്നിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. വെള്ളം നല്ലതുപോലെ ഒന്ന് തിളച്ച് വരണം. ഇട്ടുകൊണ്ടിരിക്കുന്ന വെള്ളത്തിലേക്ക് നമ്മൾ 6 ഉരുളകളാണ് ഇട്ട് കൊടുക്കുന്നത്. ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം. മെല്ലെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇത് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. അപ്പോൾ ഇടയ്ക്ക് ഒന്ന് മെല്ലെ ഒന്ന് ഇതുപോലെ ഒന്ന് ഇളക്കി ഇട്ട് കൊടുക്കുക. അപ്പോൾ അതാ നല്ലതുപോലെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഒരു 7 മിനിറ്റ് ഒക്കെ മതിയാവും. അപ്പോൾ അതാ ഒരു 7 മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പം നല്ലതുപോലെ അതൊന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതാ ഒട്ടും പൊടിഞ്ഞൊന്നും പോകാതെ പെർഫെക്റ്റ് ആയിട്ട് ഇതാ കിട്ടിയിട്ടുണ്ട്. ബാക്കി ഇരിക്കുന്നതും ഇതുപോലെ തന്നെ വെള്ളത്തിലിട്ട് നമുക്ക് വേവിച്ചിട്ടെടുക്കാം. വെള്ളത്തിൽ നിന്നും ഇനി ഇത് കോരി മാറ്റാം. മാവൊന്നും കുഴച്ച് പരത്തി ബുദ്ധിമുട്ടാതെ വെള്ളത്തിൽ വേവിച്ചെടുത്ത ലേസി മൊമോസ് ഇതാ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ ഒരു ചട്നിയും ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. നല്ല അടിപൊളി ടേസ്റ്റാണ് ഇങ്ങനെ വെള്ളത്തിൽ വേവിച്ചിട്ടെടുക്കുന്ന മോമോസിന്. നല്ല പഞ്ഞി പോലെ സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ എണ്ണയിലിട്ട് ഫ്രൈ ചെയ്തെടുക്കുകയോ അതുപോലെ ആവിയിൽ വെച്ച് വേവിക്കാതെയോ നല്ല അടിപൊളിയായിട്ട് അത് ആ വെള്ളത്തിൽ വേവിച്ച് റെഡിയാക്കി എടുത്ത മോമോസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ വെള്ളത്തിൽ വേവിച്ചിട്ട് ഈ മോമോസ് ഒരു പ്രാവശ്യം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. തീർച്ചയായും നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമാകും. അപ്പോൾ നമുക്ക് മറ്റൊരു വെറൈറ്റി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്